നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. CJP സമരത്തിലെ പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് ലോക്സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. അമിത്ഷാ പാർലമെന്റിൽ വരാത്തത് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് എംപിമാർ നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചു. അമിത്ഷാ ഭയപ്പെടുന്നില്ലെന്നും രാജ്യത്തെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ദേശവിരുദ്ധ ശക്തികളാണ് അദ്ദേഹത്തെ ഭയപ്പെടുന്നതെന്നും BJP. CJP സമരത്തിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചതിനെ തുടർന്ന് പരിക്കേറ്റവർക്ക് ആവശ്യമായ ചികിത്സ ഉറപ്പാക്കാൻ ഡൽഹി സർക്കാരിനോട് നിർദ്ദേശിച്ച സുപ്രീം കോടതി. അസാധാരണ സാഹചര്യങ്ങളിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കുന്നതിൽ പോലീസിനെ എങ്ങനെ വിലക്കാനാകുമെന്നും കോടതി. ഇത്തരം നടപടികളുമായി ബന്ധപ്പെട്ട് മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിക്കേണ്ടി വരുമെന്നും കോടതി. കശുവണ്ടി അഴിമതി കേസിൽ പ്രതിയായ KA രതീഷ് എങ്ങനെയാണ് സുപ്രധാന പദവികളിൽ തുടരുന്നതെന്ന് ഹൈക്കോടതി. രതീഷ് പദവിയിൽ തുടരാൻ അയോഗ്യനെന്നും കോടതി. സർക്കാരിനോട് കോടതി വിശദീകരണം തേടി. ശബരിമലയിൽ മായം കലർന്ന നെയ് വിതരണം ചെയ്തതിനു പിന്നിൽ മിൽമ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ ആസൂത്രിത നീക്കമെന്ന് ദേവസ്വം വിജിലൻസിന്റെ പ്രാഥമിക റിപ്പോർട്ട്. ക്ഷീരസഹകാരിയും ദേവസ്വം ബോർഡിൽ ഉന്നത പദവി വഹിച്ചിരുന്നയാളുമാണ് ഇടനിലക്കാരനായി പ്രവർത്തിച്ചതെന്ന് കണ്ടെത്തൽ. വിജിലൻസ് റിപ്പോർട്ട് ദേവസ്വം കമ്മീഷണർക്ക് കൈമാറി. നാളെ ചേരുന്ന ദേവസ്വം ബോർഡ് യോഗം വിഷയം ചർച്ച ചെയ്യും. കോട്ടയത്ത് നവജാത ശിശു വിൽപ്പനയുമായി ബന്ധപ്പെട്ട കേസ് പുതിയ വഴിത്തിരിവിൽ. അറസ്റ്റിലായ സംഘം 6 മാസം മുൻപ് ഒരു കുട്ടിയെ തൊടുപുഴയിൽ വെച്ച് വിറ്റുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇതേ തുടർന്ന് പോലീസ് രജിസ്റ്റർ ചെയ്ത പുതിയ കേസ് തൊടുപുഴ പോലീസ് അന്വേഷിക്കും. അതേസമയം കേസിലെ 4ാം പ്രതി അനീന തസ്നി ജാമ്യത്തിനായുള്ള നീക്കം ആരംഭിച്ചു. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് കേസിൽ CBI ആദ്യ കുറ്റപത്രം സമർപ്പിച്ചു. സ്വപ്ന സുരേഷ് അടക്കം 6 പ്രതികൾക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. യൂണിടാക് ബിൽഡേഴ്സ് ഉടമസ്ഥനായ സന്തോഷ് ഈപ്പനാണ് കേസിൽ 1ാം പ്രതി. എറണാകുളം CJM കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷ തോൽവിയുടെ കാരണങ്ങൾ എണ്ണിപ്പറഞ്ഞ AN ഷംസീർ. പയ്യന്നൂരിലും തളിപ്പറമ്പിലും സ്ഥാനാർത്ഥി നിർണയം പാളി. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ സ്ഥാനാർത്ഥി നിർണയം, അയ്യപ്പ സംഗമം, വെള്ളാപ്പള്ളിയെ കൊണ്ടു നടന്നത് തുടങ്ങിയെല്ലാം തിരിച്ചടിയായെന്നും AN ഷംസീർ. PSC പരീക്ഷ അട്ടിമറിക്കാൻ ആസൂത്രിത ഗൂഢാലോചന നടന്നതായി ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തൽ. CPM അനുകൂല സംഘടനാ നേതാവിന് 1ാം റാങ്ക് ലഭിക്കാൻ വൻ ഗൂഢാലോചന നടന്നുവെന്നാണ് SITയുടെ കണ്ടെത്തൽ. 1ാം റാങ്കുകാരൻ ഉത്തരം എഴുതാതിരുന്ന 54 മാർക്കിന്റെ ചോദ്യങ്ങൾ മൂല്യനിർണ്ണയത്തിൽ നിന്നും ഒഴിവാക്കിയതായും കണ്ടെത്തി. പ്രതിസ്ഥാനത്തുള്ള ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനായി ഉടൻ വിളിച്ചുവരുത്തും. കൊല്ലം കുളത്തൂപ്പുഴയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ മരിച്ച ബഷീറിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. ബഷീറിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് പുനലൂർ DFO അറിയിച്ചു. ഇതിൽ 5 ലക്ഷം അടിയന്തരമായി അനുവദിക്കുമെന്നും ശേഷിക്കുന്ന തുക നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് വിതരണം ചെയ്യുമെന്നും DFO വ്യക്തമാക്കി. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.